Hi all, my name is Saijal, CEO of ACID Consultants and ACID Academy. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ഇന്റർവ്യൂ പ്രോപ്പറായി അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളിൽ പലർക്കും വളരെയധികം സർട്ടിഫിക്കേഷൻ, ക്വാളിഫിക്കേഷൻ, സ്കിൽസ് എല്ലാം ഉണ്ടായിട്ട് പോലും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകുന്ന പല കാര്യങ്ങളും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈച്ച് ആൻഡ് എവരി പോയിന്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് നമുക്ക് അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹാർഡ് സ്കിൽ, ദെൻ സോഫ്റ്റ് സ്കിൽ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ദെൻ വാട്ട് ഈസ് ദി ഹാർഡ് സ്കിൽ? ഹാർഡ് സ്കിൽസ് ഇൻ ദി സെൻസ് നമുക്കറിയാം ടെക്നിക്കൽ സ്കിൽസ്. ഇപ്പൊ നമ്മൾ അക്കൗണ്ട്സ് ഫീൽഡിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അക്കൗണ്ടിങ് അറിഞ്ഞിരിക്കണം, ടാക്സ് കംപ്ലയൻസസ് അറിഞ്ഞിരിക്കണം, ഇൻകം ടാക്സ്, GST തുടങ്ങിയിട്ടുള്ള ടാക്സസ് അറിഞ്ഞിരിക്കണം, ദെൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് അറിഞ്ഞിരിക്കണം, ലൈക്ക് സോഹോ, ടാലി തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയർസ്, MS ഓഫീസ്, എക്സൽ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് ഹാർഡ് സ്കില്ലാണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി കേസസ് എല്ലാ ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സിനും ഈ പറഞ്ഞിട്ടുള്ള സ്കിൽസ് എല്ലാം ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ഒരു സ്കില്ല് വേണ്ടതാണ് സോഫ്റ്റ് സ്കിൽ. സോഫ്റ്റ് സ്കിൽ ഇൻ ദി സെൻസ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമ്മുടെ ഐഡിയാസ്, ഹൗ വി ക്യാൻ ഗോയിങ് ടു ഇന്റർപ്രറ്റ് ടു അതേഴ്സ്, അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കൂടെ തന്നെയാണ് ലാംഗ്വേജ് സ്കിൽ. സപ്പോസ് നമ്മൾ പുറത്താണ് വർക്ക് ചെയ്യുന്നത്, കേരളത്തിന് പുറത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എത്രത്തോളം ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആണ്, നമുക്ക് എത്രത്തോളം എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് തുടങ്ങിയതെല്ലാം. കുറച്ചു കാലം മുന്നേ വരെ നമ്മൾ തുടക്കത്തിൽ തന്നെ തുടക്ക കാലഘട്ടങ്ങളിൽ ഹാർഡ് സ്കില്ലിനായിരുന്നു ഇന്റർവ്യൂവിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. ആർക്കാണോ ഒരു ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ആർക്കാണോ കൂടുതൽ നോളേജ് ഉള്ളത്, കൂടുതൽ സർട്ടിഫിക്കേഷൻ ഉള്ളത്, അവരെയായിരുന്നു ഇന്റർവ്യൂ സെലക്ട് ചെയ്തിരുന്നത്. പിന്നീട് ആ ഒരു കാലഘട്ടം മാറി. പിന്നീട് കമ്പനീസ്, ഇന്റർവ്യൂവേഴ്സ് എല്ലാം നോക്കുന്നത് സോഫ്റ്റ് സ്കില്ലായി. എങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഓക്കെ, അവരുടെ ലാംഗ്വേജ് സ്കില്ല്, ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായി. ഇന്നത്തെ കാലഘട്ടത്തിൽ മോഡേൺ കമ്പനീസ് എല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡിനാണ്. എത്രത്തോളം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈ കാൻഡിഡേറ്റിനുണ്ടോ അത് വിലയിരുത്തിയിട്ടാണ് മിക്കവാറും കേസസിൽ കമ്പനീസ് ഇന്റർവ്യൂവിന് ആളെ സെലക്ട് ചെയ്യുന്നത്. ഈ എന്താണ് ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രത്തോളം പോസിറ്റീവ് തിങ്കിങ് ഉണ്ട് അവർക്ക്, ഓക്കെ, എത്രത്തോളം സ്കില്ലുണ്ട്, അതേപോലെ തന്നെ അവരെത്രത്തോളം എൻത്യൂസിയാസ്റ്റിക് ആണ്, പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ആറ്റിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട്. ഇതിനായി ഇന്ന് മോഡേൺ ബിസിനസ് ലൈഫിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സപ്പോസ് അവര് ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ അവര് വിലയിരുത്തും നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ അടുത്തുണ്ടോ. മോസ്റ്റ് ഓഫ് ദി കേസസ് നമുക്കറിയാം, മിക്കവാറും കമ്പനി സോഫ്റ്റ്വെയർസ്, ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് ഫീൽഡിലാണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയോ അധികം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ടാലി, സോഹോ, ദെൻ ലോക്കൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒരുപാടുണ്ട്. അതേപോലെ തന്നെ സാപ്പ് തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമുക്കൊരിക്കലും ഈ ഇന്ന് ലോകത്തുള്ള എല്ലാ സോഫ്റ്റ്വെയർസും കൂടെ പഠിച്ചെടുക്കൽ പോസിബിൾ അല്ല, റൈറ്റ്? അപ്പോ അവര് നോക്കുന്നത് ഇനി ഒരു പുതിയ സോഫ്റ്റ്വെയർ ആണ് ഈ കമ്പനിയിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് പഠിച്ചെടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവര് ഒരു ജോബിന് ആളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോ വി ഷുഡ് ഹാവ് ദി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓൾസോ. ഈ പറഞ്ഞിട്ടുള്ള 3 സ്കിൽസും നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് ഇനിയുള്ള പോർഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന്, ഒരു ഇന്റർവ്യൂവിന് മുന്നേ ഉള്ള എന്തൊക്കെ കാര്യങ്ങൾ, മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ ടൈമിൽ, ഇന്റർവ്യൂ നടക്കുന്ന ടൈമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് us discuss what are the areas we should cover before attending an interview. First and foremost, then എന്തൊക്കെയാണ് നമ്മൾ ക്യാരി ചെയ്യണം? നമ്മൾ പ്ലാൻ ഉണ്ടായിരിക്കണം.
ഷുവർലി നമ്മുടെ CV ബയോഡാറ്റ ഒന്നിലധികം കോപ്പീസ് നമ്മുടെ ഫയലിൽ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു ID കാർഡ്, അത് ആധാർ കാർഡ് ആയിക്കോട്ടെ, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ, എനിത്തിങ് ഒരു ID കാർഡ് നമുക്ക് വേണം. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും കമ്പനീസിൽ നമുക്കൊരു എൻട്രി, ആ ഫാക്ടറി ആ ഒരു ഓഫീസിലോട്ടുള്ള എൻട്രി തന്നെ നമ്മൾ ID കാർഡ് നോക്കിയിട്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് ID കാർഡ് ഇല്ലാണ്ട് ചുമ്മാ നമ്മൾ പാനിക് ആവാൻ പാടില്ല. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ കയ്യിൽ എത്തിയിരിക്കണം. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിലുള്ള മാർക്ക് ലിസ്റ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പീസ് കരുതിയാൽ മതി. ഒറിജിനൽസ് എല്ലാം തന്നെ നമ്മൾ എല്ലാ ഇന്റർവ്യൂവിലും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഒരു A4 ഷീറ്റ്സ്, അതേപോലെ തന്നെ പെൻ, ഇതുണ്ടാകും. ചില ഇന്റർവ്യൂവിനെല്ലാം അവർ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ ടൈമിൽ നമുക്ക് പേനില്ല, പേപ്പേഴ്സ് ഇല്ല, ഇതിങ്ങനെ ജസ്റ്റ് ചോദിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു ഇംപ്രഷൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ, തിങ്സ് എല്ലാം തന്നെ നമുക്ക് ക്യാരി ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫയൽ, നമ്മുടെ ഫയൽ ഹോൾഡർ നമ്മുടെ കയ്യിൽ വേണം. അത് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് സിമ്പിളുള്ള, ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ ലെതറിന്റെ അത്യാവശ്യം വൃത്തിയുള്ള ഒരു ഫയൽ ഹോൾഡർ കൂടെ നമ്മുടെ കയ്യിൽ വേണം. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഷുഡ് ബി ഇൻ സൈലന്റ് മോഡ്. നമ്മൾ ക്യാരി ചെയ്തതിന് കുഴപ്പമില്ല, ബട്ട് സൈലന്റ് മോഡിലാണ് എന്നുള്ളത് എൻഷുർ ചെയ്യണം. ചില അവസരങ്ങളിൽ ഞാൻ തന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളതാണ്, ഇന്റർവ്യൂയുടെ ടൈമിലായിരിക്കും ഇവർക്ക് കോള് വരുന്നുണ്ടാവും. അതോടുകൂടി ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ മൈൻഡ് പോകും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ വെക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ സൈലന്റിലാണ്. അതും നമ്മുടെ പോക്കറ്റിൽ ഉള്ളതിനേക്കാൾ ഏറ്റവും ബെറ്റർ നമ്മുടെ ബാഗിലോ വേറെ എവിടെയെങ്കിലും കീപ്പ് ചെയ്യുന്നതായിരിക്കും നന്നാവും. ഇല്ല, നമ്മളൊരു ആൻസർ ഇന്റർവ്യൂവിന് ആൻസർ പറഞ്ഞു തുടങ്ങുമ്പോഴായിരിക്കും വൈബ്രേഷൻ തുടങ്ങുക. അതോടുകൂടി നമ്മുടെ മൈൻഡ് ഔട്ട് ആവും, നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ഫോണിലാണ്. സോ ensure that mobile phone is not with you. If it is with you, ensure that it is in silent. Then ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന്റെ മുന്നേ തീർച്ചയായും നമ്മൾ പോകുന്ന ആ കമ്പനിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവർ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, എന്താണ് അവിടുത്തെ വർക്ക് കൾച്ചർ, അവിടെ നമ്മൾ വർക്ക് ചെയ്ത് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം കരിയർ എക്സ്പോഷർ ഉണ്ട്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്റർവ്യൂ ബോർഡിന് മുന്നിലെത്തി അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ചോദിക്കുക, നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്. അത് വളരെ ഒരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ സഹായിക്കുള്ളൂ. നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ കമ്പനിയെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടും. മിക്കവാറും കമ്പനീസ് എല്ലാം, നല്ല കമ്പനീസ് എല്ലാം ജോബ് വേക്കൻസി പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കൂടെ തന്നിട്ടുണ്ടാവും. എന്താണ് നമ്മുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആ കമ്പനിയിൽ ഉണ്ടാവുക എന്നുള്ളത് അത് നമ്മൾ തറവായിട്ട് പഠിച്ചിരിക്കണം. അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ CV പ്രിപ്പയർ ചെയ്യുന്നത്. പലപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, നമ്മളൊരു CV പ്രിപ്പയർ ചെയ്യും, ഏത് കമ്പനിയിൽ ഏത് പൊസിഷൻ ഓഡിറ്റിലും ഏത് കമ്പനിയിൽ ഏത് പൊസിഷന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ സെയിം CV ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും. That should not be like that. നമ്മൾ ഓരോ കമ്പനിയെ മനസ്സിലാക്കി അവിടുത്തെ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മുടെ CV പ്രിപ്പയർ ചെയ്യാൻ. ഇങ്ങനെ ഒരു CV പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ അതിനനുസരിച്ച് വേണം നമ്മുടെ പ്രിപ്പറേഷൻ. എന്ത് ജോബാണോ, ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ റിസീവബിൾസ് ആൻഡ് പേയബിൾസ് ആണ് മാനേജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വരും എന്ന് മുൻകൂട്ടി കണ്ട് നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. പങ്ക്ച്വാലിറ്റി. 10 o'clock ആണ് നമ്മുടെ ഇന്റർവ്യൂ ടൈം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 9:30 എങ്കിലും നമ്മൾ ആ പ്രമിസസിൽ എത്തിയിരിക്കണം. ഇല്ല, നമ്മൾ ലേറ്റ് 10 o'clock നമ്മൾ 10 o'clock ശേഷമാണ് അവിടെ എത്തുന്നത് എന്നെങ്കിൽ ബെറ്റർ നമ്മൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും. അതോടുകൂടി തന്നെ നമ്മുടെ എല്ലാ ഇംപ്രഷനും അവിടെ പോയിട്ടുണ്ടാവും. എന്തിനാണ് 9:30 അവിടെ എത്തണം എന്ന് പറയുന്നത്? നമുക്കൊന്ന് കൂളായി, ഇപ്പോൾ നമ്മൾ കൂടുതൽ ദൂരം യാത്ര ചെയ്തിട്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ടയർഡ് ആയിരിക്കും.
അതെല്ലാം റിലാക്സ് ചെയ്ത് നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ഇന്റർവ്യൂവിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം നമ്മൾ അവിടെ എത്തുന്നത്. സോ പങ്ക്ച്വൽ ഷുഡ് ബി പങ്ക്ച്വൽ. ദെൻ നമ്മൾ അവിടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് ഇംപ്രഷൻ നമ്മളൊരു ഫാസിന്റെ മൂവിയിലൊക്കെ കാണുന്നുണ്ട് അല്ലെ, ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ അതിന്റെ ഇടയിൽ ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ ഇരുന്നിട്ട് തന്നെ വിത്തൗട്ട് എനിത്തിങ് ഒന്നും ചോദിക്കാതെ തന്നെ അവരെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഒരു ഇംപ്രഷൻ അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ചില ടൈമിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ CCTV നോക്കും അവരെങ്ങനെയാണ് കടന്നു വരുന്നത്, അവിടെ ഇരുന്നിട്ട് അവർ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണ് അവരുടെ ഫേസ് ഇംപ്രഷൻ, അവര് എങ്ങനെയാണ് പോസിറ്റീവായിട്ടാണോ ഇരിക്കുന്നത്, അതോ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാണ്ട് ഇരിക്കുന്നത്, അതോ അവര് ഓവർ കോൺഫിഡൻസിലാണോ, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക? ബേസിക്കലി നമ്മുടെ ഡ്രസ്സിംഗ് ആണ് മെയിൻ തിങ് എന്ന് പറയുന്നത്. പ്രോപ്പർലി ഡ്രസ്ഡ് ആയിരിക്കണം. ഇപ്പൊ നമുക്ക് ആദ്യം ജെൻസിന്റെ കാര്യം, ഓക്കെ, ബോയ്സ് ആണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ് പ്രോപ്പർ ആയിരിക്കും. പ്രോപ്പർ ഇൻ ദി സെൻസ് ടൈം ചെയ്തിരിക്കണം. ദെൻ ഷർട്ട് ആൻഡ് പാൻസ്. ഷർട്ട് എപ്പോഴും ലൈറ്റ് കളർ ഷർട്ടാണ് പ്രിഫറബിൾ. ഓക്കെ, നമ്മൾ കണ്ണിന് കുത്തുന്ന രീതിയിലുള്ള റെഡ് ആൻഡ് യെല്ലോ കളേഴ്സ്, ഗ്രീൻ കളേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ദെൻ പാൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡാർക്ക് കളർ പാൻസ്, ബ്ലാക്ക് ഓർ ബ്ലൂ ഈസ് പ്രിഫറബിൾ കളേഴ്സ്. ഓക്കെ, ഡ്രസ്സിങ് ശ്രദ്ധിക്കുക. ദെൻ അതേപോലെ തന്നെ നമ്മൾ ടെക്കിങ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ബെൽറ്റ് യൂസ് ചെയ്യുന്നില്ല, ലെതർ ബെൽറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ ബെൽറ്റിന്റെ അതേ കളർ തന്നെ ആയിരിക്കണം നമ്മുടെ ഷൂ യൂസ് ചെയ്യുന്നത്, ഫോർമൽ ഷൂ യൂസ് ചെയ്യുക. ദെൻ വുമൻസിന്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ജ്വല്ലറീസ് യൂസ് ചെയ്യാണ്ടിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ലറീസ് യൂസ് ചെയ്യുക. ദെൻ മേക്കപ്പ് ഓൾസോ, ചെയ്യുന്ന മേക്കപ്പ് മിനിമം ലെവലിലുള്ള മേക്കപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളൊരു കല്യാണത്തിന് പോകുന്ന രീതിയിൽ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യരുത്. ഓക്കെ, എക്സസീവ് ഓർണമെന്റ്സ് ഒന്നും ഇല്ലാണ്ട് കളേഴ്സ് ഓൾസോ ശ്രദ്ധിക്കുക. കൂടുതൽ ചില ഡ്രസ്സസ് എല്ലാം കൂടുതൽ തിളങ്ങുന്ന രീതിയിലുള്ള കളേഴ്സ് ഉണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ റെഡ് ഭയങ്കര കണ്ണിന് കുത്തുന്ന രീതിയിലുള്ള കളേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ കളേഴ്സ് ഡ്രസ്സസ് എല്ലാം അവോയ്ഡ് ചെയ്യുക. മാക്സിമം ഫോർമൽ ആവാതെ ട്രൈ ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ എന്തെല്ലാം പ്രിപ്പറേഷൻസ് വേണം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് നോക്കുക എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. നെക്സ്റ്റ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഓരോ പോയിന്റ്സും ഒരു ചെക്ക് ലിസ്റ്റ് പോലെ പ്രിപ്പയർ ചെയ്ത് ഇതെല്ലാം ഞാൻ എൻഷുർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, ഡ്യൂറിംഗ് ദി ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ആ ഒരു ഇന്റർവ്യൂ നടത്തുന്ന റൂമിലോട്ടുള്ള എൻട്രി മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ വാതിൽ തുറന്ന് ഒരു മാനേഴ്സിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, തുറക്കാൻ പാടുള്ളൂ. തുറക്കുക സെൻസ് നമ്മൾ ആദ്യം നോക്ക് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് നോക്ക് ചെയ്ത് ഇത് ചോദിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഡോറ് അടച്ചിട്ട് നമ്മൾ വരുമ്പോഴും വളരെ പൊളൈറ്റ് ആയിട്ട് ഡോറ് എങ്ങനെയാണ് പോകുന്നത് എല്ലാം നോക്കി വളരെ പൊളൈറ്റ് ആയിട്ട് വേണം വരാൻ. ഓക്കെ, നമ്മൾ ആ വരുന്ന എൻട്രി തന്നെ വളരെ കോൺഫിഡന്റ് ആയിട്ട് ആയിരിക്കും. പലപ്പോഴും പലരും ആ ഒരു അവരുടെ ഉള്ളിലെ ഭയം കാരണം താഴേക്ക് നോക്കി അല്ലെങ്കിൽ ഇന്റർവ്യൂ ബോർഡിനെ നോക്കാണ്ട് അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും ശ്രദ്ധിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവും. അതോടുകൂടി നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഒരു ബാഡായി മാറും. ഓക്കെ, നമ്മൾ അവിടെ ഗ്രീറ്റിംഗ് സപ്പോസ് നമുക്ക് വന്ന ഉടനെ തന്നെ നമ്മൾ ചാടി കയറി ചെയറിലോട്ട് ഇരിക്കാണ്ടിരിക്കുക. ബിക്കോസ് അവർ പറയുമ്പോൾ താങ്ക്സ് പറഞ്ഞിട്ട് വേണം ഇരിക്കേണ്ടത്. ദെൻ നമുക്ക് ഹാൻഡ് ഷേക്ക് തരികയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ഹാൻഡ് ഷേക്ക് തരുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ തിരിച്ചു ഹാൻഡ് ഷേക്ക് കൊടുക്കുക. നമ്മളായിട്ട് പോയിട്ട് എല്ലാവർക്കും ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, ദെൻ നമ്മുടെ മുഖം എപ്പോഴും ഒരു സ്മൈൽ ഉണ്ടായിരിക്കും. എന്തിനാണ് ഈ സ്മൈൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ആണ് ആ ഒരു സ്മൈലിലൂടെ വരുന്നത്. നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല.
നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഇന്റർവ്യൂ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അതുകൊണ്ട് കൂടി എന്ത് ചെയ്യാൻ പോകുന്നില്ല, അവസാനിക്കാനൊന്നും പോകുന്നില്ല. ഈ ഒരു കമ്പനി ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു കമ്പനി നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒരിക്കലും പാനിക് ആവാണ്ടിരിക്കുക. നമ്മളുടെ ടെൻഷൻ നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും. അപ്പൊ ഒരു സ്മൈലിംഗ് ഫേസോട് കൂടി മാത്രം ഇന്റർവ്യൂ ബോർഡിനെ അപ്രോച്ച് ചെയ്യുക. ദെൻ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് വേറൊരിക്കലും നോക്കിയിട്ട് ആൻസർ പറയുന്ന അത് ഒഴിവാക്കിയിട്ട് നമ്മൾ കണ്ണിലോട്ട് തന്നെ നോക്കുകയാണെങ്കിൽ വളരെ കണ്ണിങ്ങനെ ബൾജ് ചെയ്തിരുന്നിട്ട് നോക്കുക എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മളൊരു ആൻസർ തിങ്ക് ചെയ്യുന്ന പോലെ ആലോചിച്ച് നമ്മളെ കണ്ണങ്ങോട്ട് പോയി അങ്ങനെ പറയുന്നതിന് പകരം എപ്പോഴും അവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ കണ്ണിലോട്ട് തന്നെ നോക്കി വളരെ കോൺഫിഡന്റ് ആയി ആൻസേഴ്സ് പറയുക. ഓക്കെ, then whatever answers you are giving, that should be sincere and should tell in a confident manner. നമുക്ക് അറിയില്ല, ഒരു മാറ്റർ അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് പറയുന്നത് തന്നെയാണ്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയാണ്ടിരിക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ആൻസേഴ്സ് എല്ലാം ഓണസ്റ്റ് ആയിരിക്കണം. നമ്മൾ ചുമ്മാ കളവ് പറയുന്നത് ഇന്റർവ്യൂവിൽ ഒഴിവാക്കുക. ഓക്കെ, ക്ലിയർ. അത് മനസ്സിലാവുന്ന രീതിയിൽ പലപ്പോഴും ഗേൾസ് ഒക്കെ സംസാരിക്കുമ്പോൾ വളരെ സ്ലോ സൗണ്ടിൽ ആയിരിക്കും പറയുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഇന്റർവ്യൂവറിന് കേൾക്കണമെന്നില്ല. ഓക്കെ, ഒരു തവണക്ക് ചിലപ്പോൾ ലവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നീട് അവർ അതിനായിട്ട് ട്രൈ ചെയ്യില്ല. അതുകൊണ്ട് കൂടി തന്നെ എന്ത് ചെയ്യും, അവർ തീരുമാനിക്കും ഓക്കെ നിങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ല, ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ലീവ് ചെയ്യാൻ പറയുകയായിരിക്കും. ഓക്കെ, നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്ന വളരെ ലൗഡായിട്ട് പറയുകയും വേണ്ട, ബട്ട് അവരെന്ത് ചെയ്തിരിക്കണം, ക്ലിയർ ആയിട്ട് കേൾക്കുന്ന വോയിസിൽ വേണം പറയാൻ. അതേപോലെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റേഴ്സ് ആൻഡ് ജെസ്റ്റേഴ്സ്, നമ്മുടെ ഐ കോണ്ടാക്ട്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഹാൻഡ്, നമ്മളൊരിക്കലും ഇരിക്കുമ്പോൾ നമ്മുടെ ഹാൻഡ് ഇതേപോലെ ഒരേ ഒരു പൊസിഷനിൽ തന്നെ ആവാന്നില്ല. നമുക്ക് നമ്മുടെ ഹാൻഡ്സ് യൂസ് ചെയ്യാം. കാരണം സംസാരിക്കുമ്പോൾ കണ്ടോ നമ്മുടെ ഹാൻഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇന്റർവ്യൂ സംസാരിക്കുമ്പോൾ ഹാൻഡ്സ് യൂസ് ചെയ്യാം. അതേപോലെ നമ്മുടെ ഇരുത്തത്തിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ചെയറിന്റെ അതിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വളരെ നീങ്ങിയിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അത് ഒഴിവാക്കുക. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇരിക്കും. പലപ്പോഴും ചിലർ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ ബാക്ക് സൈഡിലോട്ട് ചെരിഞ്ഞിരിക്കുന്നത് കാണാം. അതും എപ്പോഴും നമ്മൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട്. ചിലർ ഈ ടേബിളിനോട്ട് വളരെ കുനിഞ്ഞിരുന്ന് സംസാരിക്കാറുണ്ട്. ഇതിന്റെ കാര്യം പറയുമ്പോൾ യൂണിവേഴ്സിറ്റി കൊണ്ടായിരിക്കും വളരെ മുന്നോട്ട് ഇങ്ങനെ തള്ളിയിരുന്ന് സംസാരിക്കാറുണ്ട്. അതും എന്ത് ചെയ്യണം, ഒഴിവാക്കുക. സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് അറിയില്ല പഠിച്ചെടുക്കാം എന്ന് പറഞ്ഞ് വളരെ കോൺഫിഡന്റ് ആയിട്ട് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ഇരുന്ന് സംസാരിക്കുക. കണ്ണിലോട്ട് നോക്കി സംസാരിക്കുക. ഓക്കെ, നമ്മള് എല്ലാ ഇന്റർവ്യൂവിലും മിക്കവാറും ഇന്റർവ്യൂവിലെല്ലാം ചോദിക്കുന്ന കോമൺ ക്വസ്റ്റ്യൻസ്, അതിന് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയി. ഓക്കെ, നമുക്ക് ചില ക്വസ്റ്റ്യൻസ് മാത്രം ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, മിക്കവാറും കേസിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അപ്പൊ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? ബേസിക്കലി ഇഫ് ഐ ആം ആൻ ഇന്റർവ്യൂ കാൻഡിഡേറ്റ് ഷുഡ് സേ സർ മൈ നെയിം ഈസ് സൈജൽ, ഐ ആം ഫ്രം മലപ്പുറം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. ചില ഒരു മിസ്റ്റേക്ക് കോമൺലി കാണുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറയുന്നത്. ദാറ്റ്സ് ഗ്രാമാറ്റിക്കലി റോങ്. നമ്മൾ ഒരിക്കലും ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറയുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ നമുക്ക് ഐ ആം ഫ്രം, അല്ല എന്നുണ്ടെങ്കിൽ ഐ കം ഫ്രം എന്നും കൂടെ അറിയാം. ഒരിക്കലും ഐ ആം കമ്മിങ് ഫ്രം ഇന്ന പ്ലേസ് എന്നുള്ളത് പറയുന്നത് ഒഴിവാക്കുക. സപ്പോസ് നമ്മൾ UAE-യിലാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും നാട്ടുപുറത്തിന്റെ പേരൊന്നും പറയാതിരിക്കുക. ഓക്കെ, നമ്മളെപ്പോഴും ഐ ആം ഫ്രം ഇന്ത്യ, അതർവൈസ് ഐ ആം ഫ്രം കേരള. മനസ്സിലാവുന്ന സ്ഥലങ്ങളുടെ പേര് പറയുക. ഇനി അത് ഫർദർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോപ്പർ പ്ലേസ് പറയാം.
ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം നോക്കിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പ്രീവിയസ് ജോബ് ലീവ് ചെയ്തു, എന്താ റീസൺ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ആ ഒരു കമ്പനിയെ കുറിച്ചുള്ള നെഗറ്റീവ് തിങ്സ് പറയരുത്. മേ ബി നമ്മൾ നെഗറ്റീവ് ഉള്ളത് കൊണ്ടായിരിക്കും ആ ഒരു ജോബ് ലീവ് ചെയ്തിട്ട് പുതിയൊരു ജോബ് സെർച്ച് ചെയ്യുന്നുണ്ടാവുക. ബട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. അത് നമ്മൾ വളരെ പോസിറ്റീവ് മാനറിൽ വേണം പറയാൻ. ലൈക്ക് അവിടെ നല്ല എക്സ്പോഷർ ഉണ്ടായിരുന്നു, ബട്ട് എനിക്കൊരു കോർപ്പറേറ്റ് കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്, ഒന്നും കൂടെ നല്ല കമ്പനിയിൽ കൂടുതൽ എക്സ്പോഷർ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ലീവ് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ അത് ഓക്കെ. എല്ലാ അവിടുത്തെ ബോസ് ഭയങ്കര പ്രശ്നക്കാരനാണ്, അവിടെ സാലറി കിട്ടുന്നില്ലായിരുന്നു, അങ്ങനത്തെ മാറ്റേഴ്സ് മാക്സിമം ഒഴിവാക്കുക. ഓക്കെ. പിന്നെ അവർ ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കമ്പനി ചൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏസ്ഡ് കൺസൾട്ടൻസിന്റെ ഒരു ഇന്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഏസ്ഡ് കൺസൾട്ടൻസ് ചൂസ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ തിങ്ക് ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ എന്ത് വേണം, ഒരു ആൻസർ ഉണ്ടായിരിക്കണം. Express your interest in company and highlight what you believe you are a good fit for their role. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുക. മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് പറയുമ്പോഴും അതിനും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്താണ് നമ്മുടെ സ്ട്രെങ്ത്? എന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആയിരിക്കില്ല ഒരിക്കലും നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഇനി നമ്മുടെ വീക്ക്നെസ് പറയുമ്പോൾ തന്നെ അത് പോസിറ്റീവ് ആയിട്ട് പറയണം. ഓക്കെ, വീക്ക്നെസ് നമ്മൾ എന്ത് ചോദിച്ചത് കൊണ്ട് എന്തായാലും പറയണം, ബട്ട് അത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം എക്സ്പ്രസ് ചെയ്യാൻ. ഇല്ല നിങ്ങളുടെ നെഗറ്റീവ് പോയിന്റ് നിങ്ങൾ അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്കും മനസ്സിലാവും, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ജോബ് ചിലപ്പോ കിട്ടാണ്ടേ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ ഓൾറെഡി ആൻസേഴ്സ് എല്ലാം വെൽ പ്രിപ്പയർഡ് ആയിട്ട് വേണം പറയാൻ. ഇനി നിങ്ങളുടെ ഹാബിറ്റ്സ് ചോദിക്കുന്നു, എന്തൊക്കെയാണ് നിങ്ങളുടെ ഹാബിറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ചിലർ കോമൺലി റീഡിങ് എന്ന് പറയുന്നു. ഓക്കെ, എന്താണ് ഹാബിറ്റ്സ്? റീഡിങ്. അപ്പോൾ അയാൾക്ക് ചോദിക്കുക ഏതാണ് ലാസ്റ്റ് വായിച്ച ബുക്ക്. നമ്മൾ ചിലപ്പോൾ വായിച്ചിട്ട് ബാലരമായിരിക്കും ലാസ്റ്റ് വായിച്ചിട്ടുണ്ടാകും. അതിനുശേഷം ഒരു ബുക്ക് നമ്മൾ വായിക്കുന്ന ഹാബിറ്റേ ഉണ്ടാവില്ല, ഈവൻ ടെക്സ്റ്റ് ബുക്ക് പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷനിൽ കളവ് പറയാണ്ടിരിക്കുക. ഇനി നമ്മൾ കളവ് പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്കൊരു ലിമിറ്റ് വരെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. സപ്പോസ് നമ്മളോട് ചോദിച്ചു ഏത് ബുക്കാണ് വായിച്ചത്, ഓക്കെ, ആ ബുക്കിൽ മിക്കവാറും കേസസ് നമ്മളെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടാവും. ആ ബുക്ക് ഇൻ കേസ് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ പറ്റിയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരു വളരെ ഒരു ബാഡ് ഇമേജ് നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആവും. ഇനി പറ്റുന്ന വേറൊരു മിസ്റ്റേക്ക് ആണ്, ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാവും, വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ചോദിച്ചു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിലൊരു സന്തോഷം വരും, നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ അതൊക്കെ ബൈ ഹാർട്ട് ചെയ്ത പോലെ അത് ഒഴിവാക്കുക. ആർട്ടിഫിഷ്യൽ ആയിട്ട് ആൻസർ പറയുന്നത് ഒഴിവാക്കുക. ദെൻ അത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നുകൊള്ളത് തന്നെ അത് ആലോചിച്ചിട്ട് നമ്മളൊരു ചിരി കിട്ടി എന്നുള്ളൊരു ചിരി ഉണ്ടല്ലോ, അതും ഒഴിവാക്കുക. നമ്മുടെ ബോഡി ലാംഗ്വേജ് ചില പോയിന്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ വാക്കിംഗ്, നമ്മൾ ആ ചെയറിലോട്ടുള്ള നമ്മുടെ എൻട്രി അത് വളരെ കോൺഫിഡന്റ് ആയിരിക്കണം. നമ്മുടെ ഹെഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. ദെൻ സ്മൈൽ നമ്മുടെ മുഖത്ത് ഉണ്ടാവുകയും വേണം. ദെൻ എങ്ങനെയായിരിക്കണം ഫയല് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്? ചിലർ കാണിക്കുന്ന ഒരു അബദ്ധമാണ് ഫയല് നമ്മളെങ്ങനെ വെച്ചിട്ട് അടക്കുക. നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡന്റോ അല്ലല്ലോ. ഒരു പ്രൊഫഷണൽ മാനറിൽ വായിക്കണം നമ്മുടെ ഈ ഒരു ഫയൽ ഹോൾഡ് ചെയ്യേണ്ടത്. നമ്മൾ ഇരിക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ദെൻ നമ്മുടെ ഹാൻഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് വേണം. ഓക്കെ, ചെയറിൽ ആയിരിക്കണം ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചെയറിന്റെ ഒരു സൈഡിലോട്ടായിരിക്കട്ടെ ഇരിക്കുന്നത്. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇന്റർവ്യൂ പ്രാക്ടീസ് ചെയ്യുക എന്നത്. ഇന്റർവ്യൂ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? വൺ തിങ്, മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം.
ലൈക്ക് ഇപ്പൊ നമ്മുടെ എയ്സിൽ അക്കാദമിയിൽ നമ്മൾ ഓരോ സ്റ്റുഡന്റിനും 2 മോക്ക് ഇന്റർവ്യൂ വരെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ എങ്ങനെ ആയിരിക്കണം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓരോ സ്റ്റുഡന്റിനെയും ഇൻഡിവിജ്വലി ഇന്റർവ്യൂ ചെയ്ത് അതിൽ എന്തൊക്കെയാണ് അവർ വീണ്ടും ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്കും ഒരു കോൺഫിഡൻസ് വരും. ഓക്കെ, ഞാൻ 2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അതിനുള്ള പോയിന്റ്സുകളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷനാണ് വെറുതെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇന്റർവ്യൂ ഉണ്ടല്ലോ, ചുമ്മാ അപ്ലൈ ചെയ്യുക, ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തിട്ട് വരിക. അപ്പൊ നമുക്കിതൊരു കോൺഫിഡൻസ് വരും, എങ്ങനെയാണ് ഇന്റർവ്യൂ എന്നുള്ളത് ഐഡിയ കൂടെ കിട്ടും. ഓക്കെ, മാക്സിമം നല്ലൊരു ജോബ് നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമുക്ക് ചാൻസ് ഉണ്ട് കിട്ടാനെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഇന്റർവ്യൂ. അതിന്റെ മുന്നേ സെയിം പൊസിഷനിൽ വേറെ ഏതെങ്കിലും കമ്പനിയിലെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം നമ്മൾ മെയിൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും. ഓക്കെ, നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നമുക്ക് കിട്ടി അല്ലെങ്കിൽ കിട്ടില്ല, നമ്മൾ ചൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. റൈറ്റ്, അപ്പൊ നമ്മൾ ഇന്റർവ്യൂ പ്രാക്ടീസ് ചെയ്യാം. ഒരുപാട് പോയിന്റ്സ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് സ്കിൽസ് നമുക്ക് വേണം: ഹാർഡ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണോ നമ്മുടെ വീക്ക്നെസ്, അതിന് വേണ്ടി അത് ഇംപ്രൂവ് ചെയ്യാനുള്ള എഫേർട്ടുകൾ നമ്മൾ ഇന്ന് തന്നെ തുടങ്ങുക. നമ്മൾ പറഞ്ഞു ഇന്റർവ്യൂവിന്റെ മുന്നേ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇന്റർവ്യൂവിന്റെ ഡേറ്റിന് അന്നല്ല നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇത് തന്നെ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ക്യാരി ചെയ്യണം, കമ്പനിയെ കുറിച്ച്, കമ്പനിയുടെ എന്താണോ റോള്, അതിന്റെ ജോബ് എന്താണോ അതിന്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. പങ്ക്ച്വാലിറ്റി, ടൈമിംഗ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ഫസ്റ്റ് ഇംപ്രഷൻ, നമ്മുടെ ഡ്രസ്സിങ് പ്രോപ്പർ ആയിരിക്കണം. നമ്മുടെ എൻട്രി എങ്ങനെയായിരിക്കണം, നമ്മുടെ എൻട്രി എങ്ങനെ നമ്മൾ ഗ്രീറ്റിംഗ് ചെയ്യണം. എങ്ങനെയായിരിക്കണം നമ്മുടെ ആൻസർ പറയുന്നത്, നമ്മുടെ ബോഡി ലാംഗ്വേജിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ പറഞ്ഞു കോമൺ ക്വസ്റ്റ്യൻസ് എന്തെല്ലാമാണ് ഒരു ഇന്റർവ്യൂവിന് ചോദിക്കുന്നത്, അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതിന് എങ്ങനെ ആൻസർ പറയാം എന്നുള്ളത് ജസ്റ്റ് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യാനുള്ള ടിപ്സ് ഡിസ്കസ് ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് നെക്സ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഓക്കെ ആണ് എന്നുള്ളത് എൻഷുർ ചെയ്തിട്ട് വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. ഓൾ ദി വെരി ബെസ്റ്റ്. നെക്സ്റ്റ് ഇന്റർവ്യൂ ഓക്കെ ചെയ്യുക, ജോബ് എന്തായാലും നിങ്ങൾ തേടി വരും. ഓൾ ദി വെരി ബെസ്റ്റ്.